നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെല്ലുവിളിച്ചതൊക്കെ വെറുതെ. ഇപ്പോഴിതാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഫെമ നിയമപ്രകാരമാണ് കേസ്. അനധികൃതമായി വിദേശത്തേക്ക് 126 കോടി കടത്തിയതിനാണ് കേസ്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വിദേശത്തേക്ക് വലിയ തോതിൽ പണം കടത്തിയ റിപ്പോർട്ടർ ടിവിക്കെതിരെയും ആൻഡോ അഗസ്റ്റിനെതിരെയും അതിശക്തമായ കേസ്. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പണം അയച്ചതിന്റെ രേഖകൾ, സ്പോൺസർ അവകാശപ്പെടുന്ന എഗ്രിമെന്റ് വിവരങ്ങൾ എന്നിവ പ്രാഥമിക പരിശോധനയ്ക്ക് ഇ ഡി വിധേയമാക്കി. പണം കൈമാറുന്നതിൽ ഫെമ ലംഘനം നടന്നു എന്നാണ് ഇ ഡിയുടെ പ്രാഥമിക നിഗമനം. ആദ്യഘട്ടത്തിൽ സർക്കാർ നൽകിയ രേഖകൾ ശേഖരിക്കാൻ ഇ ഡി നോട്ടീസ് നൽകി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം GST വകുപ്പിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. GST കൈമാറിയ തെളിവുകളും രേഖകളും പരിശോധിച്ചതിന് പിന്നാലെയാണ് ഫെമ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 126 കോടി വിദേശത്തേക്ക് കടത്തി. ഈ പണം എങ്ങനെയാണ് വിദേശത്തേക്ക് അയച്ചത് എന്നതിലാണ് മുഖ്യ അന്വേഷണം. നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത്. തുടർന്ന് ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ആൻഡോ അഗസ്റ്റിനും വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് ഇ ഡി കേസ്. മറുവശത്ത് സംസ്ഥാന വിജിലൻസും മെസ്സിയെ കേരളത്തിലെത്തിക്കും എന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ശക്തമാക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കും എന്ന് വാഗ്ദാനം നൽകി വലിയ ഇടപാടുകൾ നടന്നതിന്റെ രേഖകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. സ്പോൺസർ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മറ്റ് 2 സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം വാങ്ങിയതിന്റെ രേഖകളും പുറത്തു വന്നിരുന്നു. മെസ്സിയുടെ വരവിന്റെ പേരിൽ സ്പോൺസർ വൻതോതിൽ പണസമാഹരണം നടത്തി എന്ന് GST വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 2 പുറം സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടിയോളം എത്തി എന്നായിരുന്നു GST വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത്ര ഭീമമായ തുക വായ്പയായി നൽകിയതാണ് എന്ന് സമർത്ഥിക്കാൻ ആവശ്യമായ യാതൊരുവിധ രേഖകളും ഈ ധനകാര്യ സ്ഥാപനങ്ങൾ കൈമാറിയിട്ടില്ല. എന്നാൽ ഇത്രയും വലിയ തുകയ്ക്ക് കൃത്യമായ നികുതി രേഖകളോ വിവരങ്ങളോ ഇല്ല എന്നത് തട്ടിപ്പിന്റെ ആഴം കൂട്ടുന്നു. റിപ്പോർട്ടറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തി നിമിഷങ്ങൾക്കകം അത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് വകമാറ്റി കൈമാറ്റം ചെയ്തതായും GST അന്വേഷണത്തിൽ കണ്ടെത്തി. അടിമുടി ദുരൂഹത നിറഞ്ഞ ഇത്തരം പണമിടപാടുകളിൽ വിദേശ നാണ്യ നിരോധന നിയമമായ ഫെമ ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. സ്പോൺസറുടെ അക്കൗണ്ട് ഒരു ഇടനില അക്കൗണ്ടായി മാത്രം പ്രവർത്തിച്ചു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി കളത്തിലിറങ്ങിയിരിക്കുന്നത്. മുമ്പ് റിപ്പോർട്ടർ TV BJP നേതാക്കളെയും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വിമർശിക്കുകയും പേരെടുത്ത് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. സ്പോൺസർ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ 2 ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എന്ന ഗോകുലം ഗോപാലിന്റെ സ്ഥാപനം സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയത് 133.64 കോടി. ഹിന്ദുജ ലൈലാൻഡ് ഫിനാൻസ് സ്പോൺസർ കമ്പനിക്ക് കൈമാറിയത് 73.23 കോടി. നേരത്തെ തന്നെ ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV ഉടമ ആൻഡോ അഗസ്റ്റിൻ ചില ബിനാമി ഇടപാടുകൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടൽ അടക്കമുള്ള ചില ഇടപാടുകളിൽ ആൻഡോ അഗസ്റ്റിന്റെ സാന്നിധ്യം ഏറെ വിവാദങ്ങൾ വളർത്തിയിരുന്നു. ആൻഡോ അഗസ്റ്റിനെയും റിപ്പോർട്ടർ TVയെയും ബിനാമി ഇടപാടുകാരായി മാറ്റി ഗോകുലം ഗോപാലൻ നേരിട്ട് കളത്തിലിറങ്ങി കളിച്ചതാണോ എന്ന സംശയവും ശക്തമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ശക്തമായ അന്വേഷണം നടത്തുന്നതോടെ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ വെട്ടിലാകും. നേരത്തെ കേന്ദ്ര ആദായനികുതി വകുപ്പ് ഗോകുലം ചിറ്റ് ഫണ്ട്സുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഗോകുലം ചിറ്റ്സ് കമ്പനിയിൽ കേന്ദ്ര ആദായനികുതി വകുപ്പ് നടത്തിയ മിന്നൽ റെയ്ഡിൽ നിരവധി കോടികളുടെ ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ അന്വേഷണത്തിന് നേരത്തെ VD സതീശൻ ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഒരു മൾട്ടി ഏജൻസി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ കളത്തിലിറങ്ങിയാൽ മാത്രമേ വിദേശത്തേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ശക്തമാകൂ എന്ന വിമർശനങ്ങൾ ഉയർന്നു. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് GST ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് 3 GST ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ചാർജ് മെമ്മോ കൈമാറിയിരുന്നു. അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിന് പിന്നിൽ ഹവാല ഇടപാട്, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ എന്നിവ സംശയിക്കുന്നു.
മെസ്സിയെ എത്തിക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കേരളത്തെ എന്ന് വ്യക്തം. രാജ്യാന്തര ബന്ധങ്ങളുള്ള ഇടപാടായതുകൊണ്ട് തന്നെ ED അന്വേഷിക്കണമെന്ന് നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് GST വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് GSTയുടെ കാസർഗോഡ് യൂണിറ്റ്. രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പായതുകൊണ്ട് തന്നെ ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെ പിണറായി കാസർഗോഡ് നിന്നും പിന്നീട് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണമെത്തിയതിൽ ദുരൂഹതയെന്ന് GST അന്നേ കണ്ടെത്തിയിരുന്നു. 2 വിദേശ കമ്പനികളിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടിയിലധികം രൂപ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിൻ്റെ രേഖകൾ പിന്നീട് കേരളത്തിൻ്റെ മുന്നിലെത്തി. സ്പോൺസർ കമ്പനി റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി GST വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ ഇപ്പോൾ SIT അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് GST ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം കോഴിക്കോടെത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം. തുടർന്ന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് GST കമ്മീഷണർ ചാർജ് മെമ്മോയും നൽകി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഈ കൊടും കൊള്ള അന്വേഷണത്തിലൂടെ പുറത്തെത്തിച്ചത് ഇപ്പോഴത്തെ കായിക സെക്രട്ടറി N പ്രശാന്ത്. മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമൊക്കെ അക്കവിട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു കായിക വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി അഥവാ 126 കോടി നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ യാതൊരുവിധ രേഖകളുമില്ല. എന്തിന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൻ്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുള്ളതിൻ്റെയോ ഒരു രേഖകളും പുറത്തു വന്നിട്ടില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് നൽകിയത്. തുടർന്ന് കായിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്തുന്നതിനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി നേരത്തെ US സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണ് എന്ന് റിപ്പോർട്ട് എടുത്തു പറഞ്ഞു. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് നൽകിയില്ല. അർജന്റീനൻ ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസും അയച്ചു. എന്നാൽ അർജന്റീനൻ ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയത്. പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും ഇങ്ങനെ. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് സമൻസ് അയച്ചിരുന്നു. തുടർന്ന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിൽ. 2 വർഷത്തിനു ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറി. അർജന്റീനൻ ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ടാൻ ഗ്ലോബൽ എന്ന സ്ഥാപനം 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യം കത്തയക്കുന്നു. അതിന് 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തത്. 1 ലക്ഷം മാത്രമായിരുന്നു അന്ന് മൂലധനം. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യ സ്ഥാപനത്തിനും. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിൽ തുടങ്ങുന്നു സർക്കാരിൻ്റെ വീഴ്ച. ചുരുക്കത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അടപടലം സർക്കാരിനെ വീഴ്ത്തിയെടുക്കുകയായിരുന്നു എന്ന് വ്യക്തം. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിൽ നടന്ന കള്ളക്കളികളെക്കുറിച്ചുള്ള കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് തുടർന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. ഒരു വശത്ത് മെസ്സി വരുന്നതും കാത്ത് പാവം മലയാളികൾ ഇരുന്നു. മറുവശത്ത് വിദേശത്തേക്ക് കടത്തിയത് 126 കോടി. ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് നടന്നത് എന്ന് മാധ്യമങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. ഈ വമ്പൻ സാമ്പത്തിക തിരിമറിയിൽ ഒടുവിൽ വിജിലൻസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിനിറങ്ങുമ്പോൾ മറുവശത്ത് റിപ്പോർട്ടർ വീണ്ടും കുരുക്കിലാകുന്നു. മുൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കായിക രംഗത്തെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയ ഈ പരിപാടിയുടെ മറവിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് വിദേശത്തേക്ക് കോടികൾ കടത്തിയത്. മെസ്സിയെ കൊണ്ടുവരാൻ മുൻനിരയിൽ നിന്ന റിപ്പോർട്ടർ ചാനൽ മാനേജ്മെൻറ്റും അന്നത്തെ കായിക വകുപ്പ് ഉന്നതരും ചേർന്ന് നടത്തിയ കളികളാണ് ഇപ്പോൾ EDയുടെയും വിജിലൻസിൻ്റെയും അന്വേഷണ പരിധിയിലേക്ക് കടന്നു വരുന്നത്.
RBIയുടെ മുൻകൂർ അനുമതി പോലുമില്ലാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സംശയകരമായ പണമിടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കലും ഹവാല ബന്ധങ്ങളും സംശയിക്കുന്നു. സ്പോൺസർക്ക് 133 കോടി കൈമാറിയ ഗോകുലം ഗോപാലൻ. എന്താണ് ഗോകുലം ഗോപാലനും റിപ്പോർട്ടർ TVയുടെ ആന്റോ അഗസ്റ്റിനും തമ്മിലുള്ള ബന്ധം? വളരെ കാലമായി റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പേരാണ് ഗോകുലം ഗോപാലിൻ്റേത്. 24 ന്യൂസിൽ വൻ തുക മുതൽ മുടക്കിയിരിക്കുന്ന വ്യവസായി. എന്നാൽ റിപ്പോർട്ടർ TVയുടെ തുടക്കകാലം മുതൽ ഔദ്യോഗിക രേഖകളിലൊന്നും മുതൽ മുടക്കിയതായി ഗോകുലം ഗോപാലിൻ്റെ പേരില്ല. മറുവശത്ത് ആന്റോ അഗസ്റ്റിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സാമ്പത്തിക ദാതാവ്. ഫ്ലവേഴ്സ് TVയുടെയും 24 ന്യൂസിൻ്റെയും മുഖ്യ പ്രൊമോട്ടർ ആയതുകൊണ്ട് തന്നെ മറ്റൊരു ന്യൂസ് ചാനലിൽ താൻ നിക്ഷേപമിറക്കില്ല എന്നതായിരുന്നു തുടക്കം മുതൽ ഗോകുലം ഗോപാലിൻ്റെ നിലപാട്. എന്നാൽ മറുവശത്ത് ആന്റോ അഗസ്റ്റിനെ സഹായിക്കുന്ന നിരവധി സമീപനങ്ങളും നിരവധി പണം കൈമാറ്റങ്ങളും ഗോകുലം ഗോപാലൻ നടത്തുന്നു. ഈ 2024 മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം റിപ്പോർട്ടർ TVയുടെ MD ആന്റോ അഗസ്റ്റിൻ അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സ്പോൺസർ ഗോകുലം ഗോപാലനായിരിക്കുമെന്നും ആന്റോ. നിരവധി പ്രവർത്തനങ്ങളിൽ റിപ്പോർട്ടർ TVക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ഗോകുലം ഗോപാലൻ കടന്നു വന്നതോടെ റിപ്പോർട്ടർ TVയുടെ ഒരു ബിനാമി നിക്ഷേപകനാണോ ഗോകുലം ഗോപാലൻ എന്ന സംശയം. തുടർന്നാണ് ഇപ്പോൾ മെസ്സിയുടെ വരവും ഗോകുലം ഗോപാലിൻ്റെ ഇടപെടലും. മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും താൻ ആരാധിക്കുന്നുവെന്നാണ് ഗോകുലം ഗോപാലിൻ്റെ നിലപാട്. മെസ്സി കേരളത്തിലേക്ക് വരുന്നു, അർജന്റീനൻ ടീം കേരളത്തിൽ കളിക്കുന്നു. ഇതിൽ പരം എന്ത് സന്തോഷം വേണം ഫുട്ബോൾ പ്രേമികൾക്ക്? ഇതോടെ കേരളം ഇളകി. പിണറായി വിജയൻ സർക്കാരിന് വലിയ കയ്യടി. കൊച്ചിയിലെ സ്റ്റേഡിയം ഒരുങ്ങുന്നു. സർക്കാരിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ. സ്പോൺസർ കോടികൾ വാരിയെറിഞ്ഞ് കളത്തിലിറങ്ങുന്നു. തുടക്കം മുതൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമുണ്ട്. മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ ആ 126 കോടി എവിടെ പോയി? മെസ്സി കേരളത്തിലെത്തുന്ന പദ്ധതിയിൽ തുടക്കത്തിൽ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പാർട്ണർ അഥവാ സ്പോൺസറായി റിപ്പോർട്ടർ TV എങ്ങനെ എത്തി? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു എന്ന് എങ്ങനെയാണ് റിപ്പോർട്ടർ TV പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയെങ്കിൽ അതിൻ്റെ തെളിവുകൾ കേരളത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടതില്ലേ? അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ ഒരു രേഖ ഫോർമൽ കമ്മിറ്റ്മെൻറ്റ് ലെറ്റർ അല്ല, ഇതൊരു ലീഗലി ബൈൻഡിംഗ് അഷ്വറൻസ് അല്ല എന്ന് വിദഗ്ധർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അർജന്റീനൻ ടീമുമായി തങ്ങൾ ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരുന്നു എന്ന് തുടക്കം മുതൽ ആന്റോ അഗസ്റ്റിൻ തുടർ പ്രഖ്യാപനങ്ങൾ നടത്തി. ചുരുക്കത്തിൽ 206 കോടി 2 സ്ഥാപനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ റിപ്പോർട്ടറുടെ നീക്കത്തിന് പിന്നിൽ സംശയകരമായ പലതുമുണ്ട്. നിരവധി സ്പോൺസർമാർ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പിന്നിലുണ്ട് എന്ന സംശയവും ഇതോടെ ശക്തമായി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണത്തിനു വേണ്ടി വലിയ തുക ചിലവഴിച്ചുവെന്ന് മാധ്യമസമ്മേളനം നടത്തി പറയുന്നു. എന്നാൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറഞ്ഞ തുകയും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച കണക്കുകളും തമ്മിൽ വലിയ വ്യത്യാസം. ചുരുക്കത്തിൽ റിപ്പോർട്ടറിൻ്റെയും ആന്റോ അഗസ്റ്റിൻ്റെയും തന്ത്രങ്ങളിൽ സർക്കാർ കുടുങ്ങി. മുൻ സർക്കാരിൻ്റെ വലിയ വീഴ്ചയായി ഇത് മാറുന്നു. റിപ്പോർട്ടർ മാത്രമല്ല, റിപ്പോർട്ടറിനൊപ്പം ഗോകുലം ഗോപാലിനെ പോലെ ഒരു പ്രമുഖ വ്യവസായിയും ഈ വിവാദക്കുരുക്കിലകപ്പെടുന്നു. സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം ഇപ്പോൾ അന്വേഷിക്കുന്നത് മുഖ്യമായി മണി ട്രെയിൽ, GST ടാക്സിലുള്ള തട്ടിപ്പുകൾ, സ്റ്റേഡിയം നവീകരണത്തിലെ തട്ടിപ്പുകൾ, അർജന്റീനൻ ഫുട്ബോൾ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ചില ഇടപെടലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ. ഒരു കാര്യം വ്യക്തമാണ്, പണം വെളുപ്പിക്കൽ തന്നെയായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ എന്ന ആരോപണം നിഷേധിക്കാൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കഴിയുന്നില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവോടെ അടപടലം വെട്ടിലായി നിൽക്കുകയാണ് ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടർ TVയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.